Download now. CC Learning app. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ടീച്ചേഴ്സ് വളരെയധികം പേരുണ്ട്. അവരിൽ പലരും BEd ഇപ്പോൾ കഴിഞ്ഞ TTC കഴിഞ്ഞ കുട്ടികളുണ്ട്. അവർക്ക് പലർക്കും CTET എക്സാം എന്തിനാണ്, KTET എക്സാം എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. CTETും KTETും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം പ്രധാനമായും CTET എന്ന് പറയുന്നത് സെൻട്രൽ എക്സാംസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ക്വാളിഫയിങ് എക്സാംസ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള ജോലികളായിട്ടുള്ള നവോദയ എക്സാംസ്, അതോടൊപ്പം തന്നെ മിലിറ്ററി പോസ്റ്റുകൾ, ഇവയിലൊക്കെയും അവിടെയൊക്കെ നമുക്ക് ടീച്ചേഴ്സിന് വേക്കൻസികൾ ഉണ്ടാകും. ആ വേക്കൻസികളൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? CTET എന്ന് പറയുന്ന ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണം. അതുപോലെ തന്നെ കേരളത്തിൽ വരുമ്പോൾ കേരള PSCയിലുള്ള എക്സാംസിനെ പാസ്സാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കേരള PSC ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CTETും പറ്റും. എന്നിരുന്നാലും KTET എക്സാംസ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പം KTET ഉണ്ട്, എന്നാൽ CTET ഇല്ല എങ്കിൽ നമുക്ക് സെൻട്രൽ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ തിരിച്ച് CTET ഉണ്ട് എങ്കിൽ നമ്മുടെ LPSA UPSA എക്സാംസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ CTET കുറച്ചുകൂടെ പരിഗണന നമ്മൾ എല്ലാവരും കൊടുക്കണം. കാരണം സെൻട്രൽ എക്സാംസ് എന്ന് പറയുന്നത് കേരള PSC പോലെ തന്നെ റെക്കറൻ്റ് ആയിട്ട് വിളിക്കുന്ന എക്സാംസ് ആണ്. പലപ്പോഴും ഈ എക്സാം വിളിക്കുമ്പോൾ മേഘലവ്യ സ്കൂൾസ് ഒക്കെ വിളിക്കുമ്പോൾ 10,000-3000 വേക്കൻസികൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഇതിനെപ്പറ്റി അറിവുണ്ടാവില്ല. ഇവിടെ നോക്കിക്കേ, CTET എക്സാംസ് എന്ന് പറയുന്നത് 2 എക്സാമും ഓഫ്ലൈൻ മോഡിൽ തന്നെയാണ് എക്സാം നടത്തുന്നത്. അപ്പം പ്രധാനമായും CTET എക്സാമിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. CTET എക്സാമിന് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അതായത് LPSA ലെവലിലേക്ക് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ പേപ്പർ 1ഉം UP ലെവലിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ പേപ്പർ 2ഉമാണ് ഉള്ളത്. നമ്പർ ഓഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പേപ്പർ 1ലാണെങ്കിൽ 5 പേപ്പറും പേപ്പർ 2വിലാണെങ്കിൽ CTET പേപ്പർ 2വിലാണെങ്കിൽ 4ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, ഇത് രണ്ടിനും 30 മാർക്കാണ്. സൈക്കോളജിക്കും പെഡഗോജിക്കും കൂടി 30 മാർക്കാണ്. മാത്തമാറ്റിക്സ് 30 മാർക്ക്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് 30 മാർക്ക്. എന്നാൽ പേപ്പർ 2വിലേക്ക് വരികയാണെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത് 30 മാർക്ക്, ലാംഗ്വേജ് 1 30 മാർക്ക്, ലാംഗ്വേജ് 2 30 മാർക്ക്, മാത്സ് ആൻഡ് സയൻസ് ആണ് ഒരു പേപ്പർ വരുന്നത്. അതിന് 30 60 മാർക്കും. അല്ല എങ്കിൽ നമ്മൾ സോഷ്യൽ സയൻസ് എടുക്കുന്നു. നമ്മുടെ KTET 2 തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിലെങ്ങനെയാണ്? 60 മാർക്കാണ്. ഇവിടെ ഐദർ നിങ്ങൾക്ക് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ എടുക്കാവുന്നതാണ്. അതിന് 60 മാർക്കാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറും 30 മിനിറ്റുമാണ്. 2 മണിക്കൂറും 30 മിനിറ്റും. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQs ആണ്. 4 ഓപ്ഷൻ ആയിരിക്കും, അതിൽ നെഗറ്റീവ് ഉണ്ടാവിരിക്കില്ല. ടോട്ടൽ മാർക്ക് 150 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇനി KTETലേക്ക് എത്തുകയാണെങ്കിലോ, KTET കാറ്റഗറി 1, 2, 3, 4 ഇങ്ങനെയാണ് കാറ്റഗറീസ് ഉള്ളത്. 1 നമ്മൾ LP സ്കൂളിലേക്ക്, 2 നമ്മൾ UP സ്കൂളിലേക്ക്, 3 ഹൈസ്കൂളിലേക്ക്, 4 സ്പെഷ്യൽ സബ്ജക്റ്റുകളുമാണ് എഴുതുന്നത്. ഇനി നോക്കിക്കേ, KTET കാറ്റഗറി 1ഉം 2ഉം തമ്മിലൊരു കമ്പാരിസൺ ആണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത് 30 മാർക്ക്, ലാംഗ്വേജ് 1 30 മാർക്ക്, ലാംഗ്വേജ് 2 30 മാർക്ക്, മാത്സ് 30 മാർക്ക്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് 30 മാർക്ക്. KTET 2വിനും CTET 2വിനും ഉണ്ടാകുന്ന പേപ്പേഴ്സിന്റെ എണ്ണം സെയിം തന്നെയാണ്. 2 hours 30 minutes ആണ് രണ്ടിനും ഉള്ളത്. 150 മാർക്കാണ്. MCQs ആണ്. ഇനി എന്താണ് വ്യത്യാസം ഉണ്ടാവുന്നത്? അതിന് രണ്ടിനും നെഗറ്റീവ് മാർക്കില്ല. ഇനിയും ഇവിടെ അപ്പൊ എന്താണ് KTET കാറ്റഗറി 1, 2, 3 എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതുന്നത്? നിങ്ങൾ ഹൈസ്കൂളിലേക്ക് പഠിപ്പിക്കാൻ എത്തുകയാണെങ്കിൽ KTET കാറ്റഗറി 3 വേണം. ഇപ്പൊ ഇനിയും പുതിയ വിജ്ഞാപനം വരാൻ പോകുന്നത് HSA വിജ്ഞാപനമാണ്. അതിന്റെ സമയം ആകാറാവുന്നു. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് KTET കാറ്റഗറി 3 ആണ് വേണ്ടത്. KTET കാറ്റഗറി 3 വേണപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഡിഗ്രി തലത്തിൽ BEd പഠിച്ച സബ്ജക്റ്റ് ഏതാണോ ഉള്ളത് അതിലാണ് നിങ്ങൾ KTET കാറ്റഗറി 3 ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആണോ ഉണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് പാസ്സാകാം, ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസ്, ഇങ്ങനെ ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് പാസ്സാവണം. അപ്പോൾ KTET കാറ്റഗറി 3 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്.
ഇനിയും സ്പെഷ്യൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അതായത് സ്വിങ്, അതോടൊപ്പം തന്നെ മ്യൂസിക്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അറബി, ഹിന്ദി തുടങ്ങിയവയൊക്കെ കേറ്ററ്റ് കാറ്റഗറി 4-ലും അവൈലബിൾ ആണ്. ഇനി നോക്കിക്കേ, നിങ്ങൾ സീറ്ററ്റ് എക്സാമിൻ്റെ ഫെബ്രുവരി 2026 ഒരു കണക്കാണ് നോക്കുന്നത്. സീറ്ററ്റ് എക്സാമിന്റെ പാസ് ഓരോ തവണത്തെയും അപേക്ഷകരാണ് പറയുന്നത്. ഇത് 2024 പേപ്പർ 1 എന്ന് പറയുന്നത് 6,86,197 പേരാണ്. അതിൽ ക്വാളിഫൈ ചെയ്യുന്നത് 1,38,389 പേരാണ്. അതായത് പേപ്പർ 1 പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 18%. പേപ്പർ 2 നോക്കിക്കേ, ഇത് വളരെ കുറവാണ്. 5.8% മാത്രമാണ് അപേക്ഷകരുള്ളത്, പാസ്സായിരിക്കുന്നത്. അതായത് കമ്പാരിറ്റീവ്ലി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കേറ്ററ്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേപ്പർ 2-ൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം 20-25% വരുന്നുണ്ട്. വളരെ കമ്പാരിറ്റീവ്ലി സീറ്ററ്റ് പേപ്പർ 2-ലേക്ക് എത്തുമ്പം കമ്പാരിറ്റീവ്ലി കുറവാണ് പാസ്സാകുന്നത്. അതായത് കമ്പാരിറ്റീവ്ലി ഈ 2 എക്സാമും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കേറ്ററ്റിന് പഠിച്ചത് കൊണ്ട് മാത്രം സീറ്ററ്റിന് പാസ്സാകാം എന്നില്ല. സീറ്ററ്റിന് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അവരുടെ, അതായത് ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. കേരളത്തിലുള്ള പല ഉദ്യോഗാർത്ഥികളും ഈ എക്സാം അപ്പിയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായതുകൊണ്ടോ കേറ്ററ്റ് പാസ്സായതുകൊണ്ടോ മാത്രം എന്ത് കിട്ടില്ല, നാഷണൽ ലെവലിൽ നടക്കുന്ന പല പരീക്ഷകൾക്കും നമുക്ക് ഇപ്പോൾ റെയിൽവേ വിളിക്കുന്നു, അധ്യാപകരായിട്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ ഏകലവ്യ വിളിക്കുന്നു, നവോദയ വിളിക്കുന്നു, മിലിറ്ററി വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും അവിടെ യോഗ്യത എന്ന് പറയുന്നത് സീറ്ററ്റ് തന്നെയാണ്. അപ്പോൾ സീറ്ററ്റിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് അവരുടെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഡിഫറെൻറ്റ് ക്വാളിഫയിങ് എക്സാംസ് ഉണ്ടാകും. ആ ഡിഫറെൻറ്റ് ക്വാളിഫയിങ് എക്സാമും പാസ്സാകുക എന്നുള്ളതാണ്. കാരണം ഓരോ സമയവും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ UP എഴുതാൻ കേറ്ററ്റ് 2 നിർബന്ധമാക്കിക്കൊണ്ടൊരു വിധി വന്നു. അങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥി എപ്പോഴും എന്തായിരിക്കണം, ഈ പറയുന്ന ക്വാളിഫയിങ് എക്സാംസ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള സൊല്യൂഷൻ. ക്വാളിഫയിങ് എക്സാംസ് പാസ്സായിരിക്കുക, അവരവർക്ക് മുന്നിലുള്ള അവസരങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുക. ആ അവസരങ്ങൾക്ക് വേണ്ടി എനിക്കിതുണ്ട്, ഞാനിത് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതിന് പകരമായിട്ട് ക്വാളിഫൈ ചെയ്ത് കയ്യിൽ വെക്കുക. അപ്പോൾ നമുക്കൊരു പരീക്ഷ വരുമ്പം പെട്ടെന്ന് അപ്പിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ സീറ്ററ്റ് കേറ്ററ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുണ്ടാവുന്നത്, നിങ്ങൾക്ക് പഠിക്കണോ, കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ മൊബൈൽ ആപ്പിൽ എൻ്റെയർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് നോക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ കുട്ടികളെ പാസ്സാക്കുന്നതാണ് കേറ്ററ്റിനും സീറ്ററ്റിനും ഒക്കെ സെറ്റ്, നെറ്റ് തുടങ്ങിയ എല്ലാ എക്സാംസിനും ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ക്ലാസ്സുകൾ നൽകുന്നതാണ്. അതും കുട്ടികളുടെ വിജയ ശതമാനം വളരെയധികം കൂടുതലാണ്. അപ്പോൾ കുട്ടികളുടെ റെസ്പോൺസും റിസൾട്ടുകളും വീഡിയോസും ഒക്കെ കണ്ടതിന് ശേഷം ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഫുള്ള് ക്ലാസ്സുകൾ ഉണ്ടാകും. പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരും ഒപ്പം കൂടിക്കോളൂ. ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.